സുഹറയുടെയും മജീദിന്റെയും പ്രണയം അഭ്രപാളികളിൽ വീണ്ടും എത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ അഭിനയ പ്രാധാന്യമുള്ള ഒട്ടേറെ നാടൻ കഥാപാത്രങ്ങളെയും നവാഗത സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ പരിചയപ്പെടുത്തുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിന്ന് ഓഡീഷനിലൂടെ തിരഞ്ഞെടുത്ത 35 അഭിനേതാക്കൾക്കാണ് കൊച്ചിയിൽ പരിശീലനം നൽകുന്നത്. പാലേരി മാണിക്യം എന്ന ചിത്രത്തിനു വേണ്ടി അഭിനേതാക്കളെ വാർത്തെടുത്ത മുരളി മേനോന്റെ നേതൃത്വത്തിലാണ് ഒരാഴ്ചത്തെ അഭിനയ കളരി ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു 7 ദിവസത്തെ വർക്ക്ഷോപ്പിൽ ഈ ആക്ടേഴ്സിനെയൊക്കെ കൊണ്ട് ബഷീറിൻ്റെ പല ക്യാരക്ടേഴ്സിലൂടെയുള്ള സ്കെച്ചസ് ഉണ്ടാക്കും. അവരെ കൊണ്ട് ചെയ്യിക്കും. അതിൽ നിന്നും ഒരു കാസ്റ്റിംഗ് നടത്തും. അഭിനയ കളരിയുടെ ഉദ്ഘാടനവും വെബ്സൈറ്റ് പ്രകാശനവും സംവിധായകൻ രഞ്ജിത്ത് നിർവഹിച്ചു. മജീദായി മമ്മൂട്ടി ഇരട്ടവേഷത്തിലെത്തുമ്പോൾ പ്രണയിനിയെ അവതരിപ്പിക്കുന്നത് ഇഷ തൽവാറാണ്. ബഷീർ ശൈലിയോടും കഥാപാത്രങ്ങളോടും നീതി പുലർത്തുന്നതാകും സിനിമയെന്ന് നാടകരംഗത്ത് നിന്ന് ആദ്യമായി സിനിമയിലെത്തുന്ന സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ പറഞ്ഞു. അദ്ദേഹം ഈ കഥ എഴുതുന്നത് കൽക്കത്തയിലെ ചിറ്റ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആ കാലഘട്ടം നമ്മൾ ഇതിൽ ഫിക്ഷനൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ലളിതമായ രീതിയിൽ, ബഷീറിയൻ ശൈലിയിൽ വളരെ ലളിതമായ രീതിയിലുള്ള കഥ പറച്ചിലാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയുടെ തിരക്കഥ ഫോളോ ചെയ്യുന്നത്. നോവലിൽ എന്ന പോലെ സിനിമയിലും കൽക്കട്ട പ്രധാന പശ്ചാത്തലമായിരിക്കും. വൈക്കത്തിനടുത്ത പെരുമ്പളം ദ്വീപിൽ ആഗസ്റ്റ് 5-ന് ചിത്രീകരണം ആരംഭിക്കും. മതിലുകൾ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്കായി ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജെയ്സ് കുര്യൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.